ഇപ്രാവശ്യം നടക്കുന്ന FOMC മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് മാർക്കറ്റ് ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമാണ്. മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഇൻലൈനായ ഒരു മീറ്റിംഗ് റിസൾട്ട് തന്നെയാണ് പുറത്തുവരികയും ചെയ്തത്. അതുപോലെ തന്നെ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള മറ്റൊരു പ്രധാന ഇവൻറ്റ് ഇന്ത്യ പാക് സംഘർഷം തന്നെയാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള ടൈം പീരീഡ് നമ്മൾ പരിശോധിച്ചാലും അതിനുശേഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ഏറെക്കുറെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിലായി 23,880 എന്ന സ്ട്രോങ് സപ്പോർട്ടിന് മുകളിൽ അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 23,880 ഏറ്റവും പ്രധാന സപ്പോർട്ടായി മാറുകയും 24,000-നും 24,500-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെ മാർക്കറ്റ് കടന്നു പോവുകയുമാണ്. FIS ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായി ബൈയിങ് നടത്തുന്നത് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾക്ക് പരിഗണിക്കാവുന്നതും ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതും അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതുമായ ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ITC 430 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിയുകയും ചെയ്തു. പക്ഷേ ബോട്ടം ലെവലിൽ നിന്നുള്ള സ്ട്രോങ് ബൈയിങ് ITC എന്ന സ്റ്റോക്കിൽ പലപ്പോഴും പ്രകടമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിൽ നിന്നാണ് ഹയർ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഈ തിരിച്ച് ഹയർ സൈഡിലേക്ക് വന്നത് ഇത് ഒരു സ്ട്രോങ് ബൈയിങ് ടെൻഡൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുകയാണെങ്കിലും ഇൻടാക്റ്റ് ആണ്. 50 ഡേ 200 ഡേ 20 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ ബുള്ളിഷ് സ്ട്രക്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം RSI 67.5-ന് മുകളിലേക്ക് നീങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതും ഒരു ബൈയിങ്ങിന് ആവശ്യമായ അല്ലെങ്കിൽ ഇതും ഒരു ബൈയിങ് സൂചനയാണ് നൽകുന്നത്. വരും സമയങ്ങളിൽ ITC 440-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. 475 മുതൽ 485 വരെ ഉയരാൻ സാധ്യതയുണ്ട്. 436-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താലും കുറച്ചു കാലം ITC എന്ന സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാൻ ക്ഷമയുള്ളവർക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 416 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്നതും എന്നാൽ വളരെ അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരാത്തതുമായ ഒരു സ്റ്റോക്കാണ് ITC. ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് PB ഫിൻടെക്. PB ഫിൻടെക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 40% ഇടിഞ്ഞതിന് ശേഷം ഒരു ബുള്ളിഷ് റിവേഴ്സൽ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2%-ലേറെ ഉയർന്ന് 1,632-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 1,670-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 1,800, 1,880 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 1,700-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ പരിഗണിക്കേണ്ടത്. കൂടാതെ 1,580 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുമാണ്. ഷോർട്ട് ടൈമിലേക്കുള്ള ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. 20 ഡേ 50 ഡേ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതും RSIയിൽ വന്നിരിക്കുന്ന ബൈയിങ് മൊമെൻറ്റവും MACD നൽകുന്ന പോസിറ്റീവ് ക്രോസ് ഓവറിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഷോർട്ട് ടൈമിലേക്ക് PB ഫിൻടെക് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കുന്നത്. മൂന്നാമത്തേത് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് എന്ന സ്റ്റോക്കാണ്. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് 1,826 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്ന ഡൗൺവേർഡ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നൽകി അപ്സൈഡിലേക്ക് നീങ്ങാൻ പോവുകയാണ് എന്നുള്ള സൂചന നൽകിയിരിക്കുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെയും ട്രെൻഡ് റിവേഴ്സൽ പോയിന്റ് ഓഫ് വ്യൂവും ഫേവറബിൾ റിസ്ക് റിവാർഡ് റേഷ്യോ പോയിന്റ് ഓഫ് വ്യൂവും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിൻ്റെ 20 ഡേ 50 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. RSIയിലും MACDയിലും പോസിറ്റീവ് മൊമെൻറ്റവും പ്രകടമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1,860-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോക്കിലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. ഇവിടെ നിന്നും 1,950, 1,990 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം. 1,700-ൻ്റെ സ്റ്റോപ്പ് ലോസാണ് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു സ്റ്റോക്ക് ത്രിവേണി എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയും ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ രീതിയിലുള്ള ഇൻഡിക്കേഷൻ നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഉയർന്ന ബൈയിങ് വോളിയവും പ്രകടമാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 3%-ഓളം ഉയർന്ന് 421-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു.
ത്രിവേണി എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ബ്രേക്കൗട്ടിന് ശേഷം ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു. ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ശക്തമാണ്. കൂടാതെ 21 ഡേ 55 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും RSIയും MACDയും ബുള്ളിഷ് ഹയർ സൈഡിലേക്കുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 450, 460, 480 പോലുള്ള ടാർഗറ്റുകളാണ് ത്രിവേണി എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 396 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. ടയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 1.5% ഉയർന്ന് 2773 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വെഡ്ജ് പാറ്റേൺ ബ്രേക്കൗട്ട് നമ്മൾക്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. 2750 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 55 ഡേ 100 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട്. 2910, 2950 പോലുള്ള ടാർഗറ്റുകളാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൽ നിന്ന് നമ്മൾ എയിം ചെയ്യേണ്ടത്. 2545 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്